PMC പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിനെതിരെ നിലപാട് കടുപ്പിച്ച് CPI. RSS കണിയിൽ സർക്കാർ വീഴരുത് എന്നാണ് CPI മുഖപത്രം ജനയുഗത്തിലെ ലേഖനം. കേന്ദ്രത്തിന് എതിരായ സമരങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി ദുർബലപ്പെടുത്തുന്നുവെന്നാണ് AIYFന്റെ വിമർശനം. വിഷയം ചർച്ച ചെയ്യാൻ LDF യോഗം വിളിക്കാൻ തീരുമാനിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക്. പ്രശ്നങ്ങൾ ഉയർത്തുന്നതിൽ തെറ്റില്ല. PMC പദ്ധതിയെ സംബന്ധിച്ച് CPM അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്നതിനോട് അതിലുള്ള പലതിനോടും നമുക്ക് വിയോജിപ്പുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം എതിർപ്പ് CPI ഉന്നയിക്കുന്നതിലും തെറ്റില്ല. അത് CPI ഉന്നയിക്കുക സ്വാഭാവികമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഏത് പാർട്ടികൾക്കും അവിടെ സ്വതന്ത്ര അഭിപ്രായങ്ങളുണ്ട്. അതവർ പ്രകടിപ്പിച്ചെന്ന് വരും. നിലപാടിൽ ഉറച്ചു നിന്നാൽ CPIക്ക് പിന്തുണയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ മകനെതിരെ ED അയച്ച നോട്ടീസ് ഇപ്പം അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അതെവിടെ എന്ന് പറയാൻ മുഖ്യമന്ത്രിക്കോ EDക്കോ BJPക്കാർക്ക് അതിൽ ഒരു വാക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ബന്ധം ഇന്നലകളിൽ രഹസ്യമായിരുന്നെങ്കിൽ ഇന്നത് പരസ്യമായിട്ട് മറനീക്കി ഈ ബന്ധം രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് LDFൽ പോലും ചർച്ച ചെയ്യാതെ, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ PMC പദ്ധതി നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നത്. വിവാദങ്ങൾക്കിടെ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. ഇപ്പോഴും ഒരു കടുത്ത എതിർപ്പ് തുടരുവാണല്ലോ. സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. തമിഴ്നാട് അങ്ങനെ സമീപിച്ചു, കേന്ദ്രവിഹിതം കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെ സർക്കാർ ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും ആവർത്തിക്കണ്ടേ. R ശ്രീജിത്താണ് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ CPI എതിർപ്പ് ഉയർത്തുന്നുണ്ട്. LDF യോഗം ചേരാൻ പോകുന്നു. ഈ യോഗം കഴിയുന്നതോടെ CPIയുടെ എതിർപ്പ് കെട്ടടങ്ങുമെന്നാണോ കരുതേണ്ടത് ശ്രീജിത്ത്? LDF യോഗത്തിൽ ഒരു ചർച്ച നടക്കാത്തതാണ് CPI ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഒപ്പം തന്നെ കാതലായ രാഷ്ട്രീയ വിഷയങ്ങളും PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI ഉന്നയിക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ PMC പദ്ധതി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംഘപരിവാർ അജണ്ടകൾ ഒളിച്ചു കടത്താനുള്ള നീക്കമാണ് എന്ന് CPI വിമർശിക്കുന്നുണ്ട്. CPMനും ഈ വിമർശനം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ പണം ലഭിക്കുന്ന കാര്യത്തിൽ അനുകൂല സമീപനമാണുള്ളത്. എന്തായാലും CPIയുടെ എതിർപ്പ് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് LDF യോഗം അടിയന്തരമായി വിളിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സൗകര്യം കൂടി നോക്കി വൈകാതെ തന്നെ ഡേറ്റ് തീരുമാനിക്കും. ആ ചർച്ചയിൽ വെച്ച CPI അനുനയത്തിന് വഴങ്ങുമോ ഇല്ലയോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം തന്നെ ഈ PMC പദ്ധതിയോട് യോജിക്കുന്നതിരെ കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് AIYFന്റെ സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ അടക്കമുള്ളവർ വാർത്താസമ്മേളനവും മറ്റും നടത്തി ശക്തമായ പ്രതികരണം നടത്തിക്കഴിഞ്ഞു. നാളെയും മറ്റന്നാളുമായി CPIയുടെ നേതൃയോഗം തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ യോഗങ്ങളിൽ ചർച്ചയ്ക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, R ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.